നമസ്കാരം. ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. അപ്പം എറണാകുളം ജില്ല എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ബിസി ലൈഫും പുകയും ട്രാഫിക് ബ്ലോക്കുകളും കമ്പനികളുമൊക്കെയാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എറണാകുളം ജില്ലയിൽ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. കാടിനുള്ളിലെ ഒരു കൊച്ചു ഗ്രാമം. ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഏതാണ് ആ സ്ഥലമെന്നുള്ളത്. അത് മറ്റൊന്നുമല്ല, മാമലകണ്ടം. കാടിനുള്ളിലെ ഒരു കൊച്ചു ഗ്രാമമാണത്. അത് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നിന്ന് ഒരു 32 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകുന്ന ഒരു കൊച്ചു ഗ്രാമം. വാ, അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം ആ ബെല്ലൈക്കനോട് അമർത്തണേ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വാ, കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇപ്പം നമ്മൾ കുട്ടമ്പുഴയിലാണ് എത്തി നിൽക്കുന്നത്. കുട്ടമ്പുഴയിൽ നിന്ന് വലത്തോട്ട് മേളിലോട്ട് കിടക്കുന്ന വഴിയാണ് അടിമാലി, മൂന്നാർ ഒക്കെ പോകുന്നത്. പൂയംകുട്ടിയൊക്കെ ഇടത്ത് സൈഡിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കാടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിപ്പം കുട്ടമ്പുഴയിൽ നിന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിയാണ് വന്നത്. അവിടുന്ന് 3 കിലോമീറ്ററേ ജനവാസ കേന്ദ്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഫുൾ അങ്ങോട്ടേക്ക് കാടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ജനവാസ സ്ഥലം കഴിഞ്ഞു, കാടിനുള്ളിലേക്ക് കയറി. ഇതേ കണ്ടോ, അങ്ങനെ നമുക്ക് മലയണ്ണാനെ അവിടെ കാണാൻ പറ്റി. 2 എണ്ണം ഉണ്ട്. അങ്ങനെ നമ്മൾ കുട്ടമ്പുഴയിൽ നിന്ന് വലത് കിടക്കുന്ന വഴി കയറി ഉരുളൻതണ്ണിയും കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇവിടുന്നാണ് നമ്മൾ അടിമാലി, മാമലകണ്ടം അങ്ങോട്ടേക്കൊക്കെ പോകുന്നത്. ആ വഴി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം നമ്മൾ കുട്ടമ്പുഴയിൽ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 കിലോമീറ്റർ ജനവാസ കേന്ദ്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ കാടാണെന്നാണ് നമ്മൾ അവിടെ ചോദിച്ചപ്പം പറഞ്ഞത്. അതുപോലെ തന്നെ ജനവാസ കേന്ദ്രം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെറിയ ചെറിയ വീടുകൾ കാണാം. ഇതിവിടുത്തെ ആദിവാസി കുടുംബങ്ങളുടെ കുഞ്ഞു കുടിലുകളാണ്. അപ്പം അതാണ് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളായിട്ട് ഇപ്പോൾ കാണുന്നത്. ഇവിടെയൊക്കെ ഇതേ കുഞ്ഞു കുടിലുകളൊക്കെ ഉണ്ട്. അതൊക്കെ ആദിവാസികളുടെയാണ്. അപ്പോൾ അങ്ങനെ അവരേ ഉള്ളൂ ഇനി മുന്നോട്ടുള്ള ഏരിയയിലൊക്കെ ജനവാസ കേന്ദ്രം. പിന്നെ മാമലകണ്ടം ചെല്ലണം ഒരു ജനവാസ കേന്ദ്രം കാണാൻ വേണ്ടി. ഞാൻ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞു ഗ്രാമം അതവിടെയാണ് മാമലകണ്ടത്ത്. അപ്പോൾ ഇതിലേക്കൂടി ഇപ്പം നിറയെ പേര് സഞ്ചാരികൾ പോകുന്നുണ്ട്. പിന്നെ ഓഫ് റോഡ് ഉണ്ട്. നമുക്ക് അതും കൂടി ഇന്ന് കവർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പം ഇവിടെ അല്ലാതെ തന്നെ ഇവിടുത്തെ ഏരിയയിൽ തന്നെ ജീപ്പ് അവൈലബിൾ ആണ്. ഓഫ് റോഡ് പോകാൻ താല്പര്യമുള്ളവർക്ക്, കാറിലൊക്കെ ബൈക്കിലൊക്കെ വരുന്നവർക്ക് ആ ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൂടാതെ KSRTC ബസ്സും ഇതിലേക്കൂടെ പോകുന്നുണ്ട്. ഇവിടെ ചോദിച്ചപ്പോഴും അങ്ങനെയുള്ള ടൂർ പാക്കേജുകളൊക്കെ ആയിട്ട് ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ ഇതിപ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് എനിക്ക് തോന്നുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ. സ്കൂളിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ അതാണ് ക്യാപ്ചർ ചെയ്യാൻ എല്ലാവരും വരുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്കൊരു ഓഫ് റോഡിൻ്റെ കാര്യവും കൂടി ഇവിടുത്തെ ചേട്ടൻ സൂചിപ്പിച്ചു. അതും കൂടി ഉറപ്പായിട്ട് ഞങ്ങൾ ഇന്ന് കവർ ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങളെ ബോർഡ് കാണിച്ചു തരാം. വാ, മാമലകണ്ടം, അടിമാലി, മൂന്നാർ, അത് ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ വഴി നമുക്കും ഒന്ന് പോകാം. വാ, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം കുറേ ബൈക്ക് യാത്രക്കാരും ഉണ്ട്. കാട്ടിലോട്ട് അങ്ങോട്ട് കയറി തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയപ്പോൾ തന്നെ ഇതേ കണ്ടപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അങ്ങ് നിർത്തിയതാണ്. നല്ല രസമുണ്ട്, നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി നിർത്തിയതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടം കാണാൻ. പിന്നെ അധികം അങ്ങനെ ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര റഷും കാര്യങ്ങളൊന്നുമില്ല. നല്ല രസമുണ്ട്, നല്ല കാമായിട്ട്. വാ, എല്ലാവരും വാ, ഇവിടെയൊക്കെ വന്ന് കണ്ട് ആസ്വദിക്ക്. അങ്ങനെ ഞങ്ങളുടെ മുന്നോട്ട് പോകുന്ന വഴി ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു. അപ്പം ആളുകളെല്ലാം ഇവിടെ ഇത് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളും കൂട്ടത്തിൽ ഇറങ്ങി. നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര വലുതൊന്നും അല്ലെങ്കിൽ പോലും, ചെറുതാണെങ്കിൽ പോലും സേഫായിട്ട് നിന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആയിട്ട് തോന്നി. അപ്പം ഞങ്ങളും നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ താലിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി. അപ്പം ഇവിടുന്ന് 3 കിലോമീറ്റർ റൈറ്റിലോട്ട് പോകുന്നത് മാമലകണ്ടം, നമ്മൾ ഈ കൊയിനിപ്പാറ, മുനിപ്പാറ, അടിമാലി, മൂന്നാർ അതൊക്കെ റൈറ്റിലോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് 3 കിലോമീറ്ററാണ് നമുക്ക് മാമലകണ്ടം. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടുന്നാണ് മാമലകണ്ടത്തേക്ക് ട്രക്കിങ്, ജീപ്പ് സഫാരിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഓഫ് റോഡാണ് പോകുന്നത്. കൊയിനിപ്പാറ, മുനിപ്പാറ, അങ്ങനെ 2 സ്ഥലങ്ങൾ ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. എന്താ അടിപൊളിയാണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അത് ഫുള്ള് ഞങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കും. അതിന് പോകുന്ന വഴി ഞാൻ വേറൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. നോക്കിക്കേ, കോട നല്ല ഇറങ്ങി നല്ല
അടിപൊളിയായിട്ട് അങ്ങ് മുതൽ ഇങ്ങ് വരെ അടിപൊളിയായിട്ട് കിടക്കുകയാണ്. നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പിൽ ഇങ്ങനൊരു കോട ഇറങ്ങി ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇതൊരു ബോണസായിപ്പോയി ഈ യാത്രയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ചെറിയ ചായയൊക്കെ കുടിച്ച് അപ്പോൾ നമുക്ക് യാത്ര തുടരാം. അപ്പോൾ ഇവിടെ നിർത്തിയപ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞത്, ഈ കാണുന്നതാണ് കൊയിനിപ്പാറ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ അതിൻ്റെ മേളിൽ നിരപ്പായ സ്ഥലത്താണ് നമ്മൾ ഓഫ് റോഡ് കയറി ചെല്ലുന്നത്. അപ്പം ഇപ്പോൾ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ മൂടൽമഞ്ഞൊക്കെ വന്ന് കിടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പ്ലെയിൻ വരുന്നതും എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ നിന്നാൽ കാണാം. നമുക്ക് പോയി നോക്കാം. ചെറിയ മഴയൊക്കെ ചെറുതായിട്ട് ചാറുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ മുനിപ്പാറ കൊയിനിപ്പാറയൊക്കെ ജീപ്പ് സഫാരി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് ജീപ്പ് സഫാരിക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പം നമ്മുടെ കൂടെ ജയൻ ചേട്ടനുണ്ട്. ജയൻ ചേട്ടനോട് കൂടുതൽ ചോദിക്കാം. ഇവിടെ നിന്നാണ് ചേട്ടാ നമ്മൾ ജീപ്പ് സഫാരി പോകുന്നത് അല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? ഇത് നമ്മൾ ഇപ്പോൾ എക്കോ ടൂറിസത്തിൽ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ചെയ്യണം. ഞങ്ങളൊരു സൊസൈറ്റി പോലെ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യണതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പെർ ഹെഡ് 100 രൂപയ്ക്കും പെർ ഹെഡ് 200 രൂപയ്ക്കും 300 രൂപയ്ക്കൊക്കെ പോകുന്നുണ്ട്. ഇവിടുന്ന് ചെറിയ ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ നേരത്തേക്ക് വെള്ളച്ചാട്ടത്തിൽ കൂടെയൊക്കെ ഉള്ള അടിപൊളിയായിട്ട് വെള്ളമൊക്കെ തെറിപ്പിച്ച് പോകുന്ന ഒരു ട്രിപ്പുണ്ട്. അടിപൊളിയായിട്ടായിരിക്കും. നിങ്ങൾ എവിടെ തന്നെ? ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് വരുന്നത്. കോട്ടയംകാർ വെട്ടിയെടുത്ത സ്ഥലമാണ് മാമലക്കണ്ടം. അത് വേണം വിളിച്ച്. അപ്പോൾ 100 രൂപ 200 രൂപ 300 രൂപ എങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ജീപ്പ് സഫാരിയൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിതേ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കാം. അപ്പം മാമലക്കണ്ടം വരുന്നവർക്ക് ഇത് ചേട്ടനെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പം വെറൈറ്റി ആയിട്ടുള്ള ജീപ്പ് ട്രിപ്പുകളൊക്കെ ഇവരുണ്ടെന്നാണ് പറഞ്ഞത്. ജയൻ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പം ഞാനിത് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഇപ്പം ഇതിലേ പോണ മാമലക്കണ്ടം അല്ല, മാമലക്കണ്ടം വേറെ ലെവലാണ്. കൊളുക്കുമലയ്ക്ക്, നെല്ലിയാമ്പതിക്ക്, കുടജാദ്രിക്ക് മേലെ ഓഫ് റോഡാണ്. ജീപ്പ് എന്നാന്നും ഓഫ് റോഡ് എന്നാന്ന് പറയണമെങ്കിൽ കൊയിനിപ്പാറ കയറണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാടും മലയും പുഴയും ആനയും ഇതെല്ലാം സംവിധാനം എല്ലാം ഒരു ഒറിജിനൽ വില്ലേജ് ടൂറിസത്തിൻ്റെ സ്ഥലമാണ്. ഇത് എറണാകുളം ഇടുക്കി ബോർഡറാണ്. ഇവിടുന്ന് സായിപ്പ് പോണത് പണ്ട് പോണത് ഒരു വഴിയുണ്ട് മൂന്നാറിന്. അത് ഈ ഞങ്ങളൊക്കെ ജീവിക്കണതെന്ന് പറഞ്ഞാൽ ജനിച്ചപ്പം മുതൽ ജീവിക്കണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വന നിയമങ്ങളെ പാലിച്ചുകൊണ്ടാണ്. ഇപ്പൊ ഈ നിങ്ങൾ ഈ ടൗണിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർ വന്നിട്ട് അത് പോസ്റ്റാക്കി കളഞ്ഞ. ഇപ്പൊ പോണ അടിപൊളി സ്ഥലമാണ്. എന്നേലും തുറക്കുമായിരിക്കും. ഞങ്ങൾ അത് ഇങ്ങനെ കേട്ടു, അത് ഇടയ്ക്ക് തുറന്നിട്ട് പിന്നെ അത് ക്ലോസ് ചെയ്തെന്ന് കേട്ടോ. അത് ഇപ്പോൾ ഓപ്പൺ ആണെങ്കിൽ അതുകൂടെ കവർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വന്നത്. എന്തായാലും പക്ഷെ ഞങ്ങളിന്ന് ഓഫ് റോഡ് കയറാം. പിന്നെ മാമലകണ്ടം ഒരു സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിന് അവിടെ വെള്ളച്ചാട്ടം ഉണ്ട്. അതൊക്കെ കവർ ചെയ്യാന്ന് പറഞ്ഞാണ് വന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്കും പറഞ്ഞു കൊയിനിപ്പാറയൊക്കെ അടിപൊളി ഓഫ് റോഡിന് പറ്റിയ സ്ഥലമാണ്, കേരളത്തിൽ തന്നെ ബെസ്റ്റ് ഓഫ് റോഡാന്നൊക്കെ പറഞ്ഞു. 2018 വെള്ളപ്പൊക്കം മറ്റുള്ള സ്ഥലത്തൊക്കെ നടന്നപ്പോഴും നമ്മളിവിടെ ജീപ്പ് സവാരി നടത്തുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നമില്ല. ഏറ്റവും സുരക്ഷിതമായ മേഖലയത്. അങ്ങനെ മണ്ണിടിച്ചിലൊന്നുമില്ല. വെള്ളം വന്നാലും അപ്പം തന്നെ ആലോചിക്ക് വെക്കുള്ളൂ, ഇവിടെ നിൽക്കൂല. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പം ചേട്ടൻ്റെ ഇതിൽ നിന്ന് തന്നെ ഈ ജീപ്പ് സഫാരിയൊക്കെ ഇവിടെ കിടിലനാണെന്നുള്ളത് മനസ്സിലായി. അപ്പം ചേട്ടാ ഉറപ്പായിട്ട് ഞങ്ങളിത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യും. ഇത് നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ ചേട്ടൻ്റെ നന്മ അറിഞ്ഞുകൊണ്ട് ഞങ്ങളിത് ഇടുന്നതാണ് കേട്ടോ. ഇത് ഇപ്പം ആളുകൾ അറിഞ്ഞറിഞ്ഞ് വന്നു തുടങ്ങി. ഇപ്പൊ എനിക്കൊന്ന് കുറെ ആളുകൾ ഇപ്പം മാമലകണ്ടം വരുന്നുണ്ട്. ശരിക്കും വീട്ടുകാർ ഈ വലിയ വലിയ ചേട്ടന്മാരെ വലിയ വലിയ ടൂറൊക്കെ പോകും വീട്ടിൽ നിന്ന്. എന്നിട്ട് വീട്ടുകാർ കട്ട കലിപ്പിൽ നിൽക്കുമ്പോൾ അവരെ പരാതി തീർക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സ്ഥലമാണ്. അപ്പൊ ശരി ഏട്ടാ, കാണാം കേട്ടോ, കാണാം. ഇവിടെ നിന്നാണ് ഉരുളിക്കുഴി വെള്ളച്ചാട്ടം കാണിച്ചേക്കുന്ന ബോർഡ്. ഉണ്ടോ? അത്രയും പൊക്കത്തിൽ നിന്ന് അതിങ്ങോട്ട് വരുവാണ്. നമ്മളിപ്പം കയറി വന്ന വഴിയാണ്. അങ്ങനെ നമ്മുടെ ജീപ്പ് ഇറങ്ങി വരുവാണ്.
നോക്കിയേ, നമ്മളിവിടെ എത്ര പൊക്കത്തിലാണ് വന്ന് നിൽക്കുന്നത് നോക്കിയേ. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വരണം. മാമലകണ്ടം, മുനിപ്പാറ, കൊയിനിപ്പാറ, ഈ ഓഫ് റോഡ് ട്രിപ്പുകളൊക്കെ ശരിക്കും ആസ്വദിക്കേണ്ടത് തന്നെയാണ്. മൂടൽമഞ്ഞൊക്കെ വന്ന് നന്നായിട്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പം കാണാൻ. ചെറിയ മഴയൊക്കെ ചാറുന്നുണ്ട്. ഓ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ മുനിപ്പാറയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴല്ലോ എന്ത് രസമാണെന്ന് നോക്കിയതേ. മൂടൽമഞ്ഞ് കൊണ്ടും കാട്, പാറ, ഓ ശരിക്കും നല്ലൊരു വൈബാണിപ്പം. ചെറിയ മഴയും ചാറുന്നുണ്ട്, നല്ല രസമുണ്ട്. അപ്പം ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർ മറക്കണ്ട, സ്ഥലം നോട്ട് ചെയ്തോ. മാമലക്കണ്ടം, അതുവഴി മുനിപ്പാറ, കൊയിനിപ്പാറ. കൊയിനിപ്പാറ ഭയങ്കര കിടലിനാന്ന് പറയുന്നത്. ഞങ്ങൾ അവിടെയും കൂടി ഇന്ന് കവർ ചെയ്യാൻ ഉറപ്പായിട്ട് ശ്രമിക്കും. പിന്നെ മഴയൊക്കെ തുടങ്ങിയത് കൊണ്ടാണ് അവർ പറഞ്ഞു അറിയില്ല, ഇപ്പം മൂടൽമഞ്ഞായിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് അത്ര വിസിബിലിറ്റി കിട്ടത്തില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ഇത് മാറുവാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു വിസിബിലിറ്റി കിട്ടുവാണെങ്കിൽ ഉറപ്പായും ഞങ്ങൾ ആ നിരപ്പായിട്ടുള്ള അങ്ങ് വരെ ചെല്ലാനായിട്ട് ശ്രമിക്കും. അപ്പം അതിൻ്റെ കാഴ്ചകൾ ഉൾപ്പെടുത്താം. ഓക്കെ. ഈ പാറയ്ക്ക് മുനിപ്പാറ എന്ന് പേര് വരാൻ കാരണം ഇവിടെ ഒരു മുനിയറ ഉള്ളത് കൊണ്ടാണ്. വാ, മുനിയറ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതായിരിക്കും, മിക്ക സ്ഥലങ്ങളിലും ഉണ്ട് ഇത്. മൂന്നാർ, കാന്തല്ലൂർ ആ ഭാഗത്തൊക്കെ ഒരു മുനിയറയുണ്ട്. അതുപോലെ ഈ ഒരു മുനിയറ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ പാറയ്ക്ക് മുനിപ്പാറ എന്ന് പേര് വരാൻ കാരണം. ഈ മുനിപ്പാറയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിൽ കൂടെയുള്ള നമ്മുടെ ജീപ്പിൻ്റെ വരവാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് നമ്മൾ മുമ്പ് ജയൻ ചേട്ടനോട് സംസാരിച്ചപ്പം ജയൻ ചേട്ടനും പറഞ്ഞ ഇതാണ്, ഇതുപോലെ ഫാമിലിക്കായിട്ട് വരുന്നവർക്ക് ജീപ്പ് സഫാരി ഈ മുനിപ്പാറയിൽ അവർ സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഈ വെള്ളത്തിൽ കൂടിയൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ തെറിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീപ്പ് സഫാരിയാണ്. വ്യൂവിലേക്ക് പോവുകയാണ്. ഓഫ് റോഡ് ഡ്രൈവ് മാത്രമേ ഇവിടുന്ന് ഉള്ളൂ. ഓ, ഇടിച്ചു നിന്ന് പോയി നമ്മള്. ഇതൊരു ഒന്നൊന്നര പാറയാ കേട്ടോ. ഈ കാണുന്ന കയറ്റമാണ് നമ്മൾ കയറാൻ പോകുന്നത്. നോക്കിക്കേ, ഇതെന്നാ ഒരു കുഴിയായി. അയ്യോ, നമ്മുടെ വണ്ടി കയറിപ്പോയ വഴികളൊക്കെ കണ്ടോ. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ പറഞ്ഞു വെച്ചിട്ട് ഇതിലും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് മേലോട്ടുള്ളത്. ഇനി ആദ്യം നിങ്ങളെ ഞാൻ ഈ വഴിയൊന്ന് കാണിച്ചു തരാം, ഇത് എങ്ങനെയാണ് അങ്ങോളം കിടക്കുന്നതെന്ന്. നോക്കിക്കേ. അയ്യോ, അങ്ങോട്ട് നോക്കിയേ. അയ്യോ, ഇതെന്നതാ ഇത്? നോക്കിക്കേ, വലിയ കുഴി. ഇതിലേക്കൂടെ നമ്മളിപ്പോൾ കയറ്റി എടുത്തുകൊണ്ട് വരാൻ പോകുന്നത്. കൊയിനിപ്പാറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലമുകളിലുമൊക്കെ ആളുകൾ ഇതേ വീട് വെച്ച് താമസിക്കുന്നുണ്ട്.
ഇവരൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ ആയിരിക്കും ഇതിലെ കൂടെ കയറി പോരുന്നത്. നോക്കി ഇത്ര പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നോക്കി വീടുകളുണ്ട്, അത്യാവശ്യം വീടുകളെല്ലാം ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട് ഈ വീട് കാണാൻ. മഴ തുടങ്ങി, വീണ്ടും മഴ തുടങ്ങി. കൊയിനിപ്പാറ എക്സ്ട്രീം ഓഫ് റോഡാണ് എന്ന് എല്ലാവരും പറഞ്ഞപ്പം ശരിക്കും ഇത്രയും വിചാരിച്ചില്ല. ഇത് പൊളി സ്ഥലമാണ് കേട്ടോ. ഓഫ് റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർ ഇത് ഉറപ്പായിട്ടും ഇവിടെ വരണം. അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് നോക്കി, ഞാനിതേ നിങ്ങൾ കാണിച്ചു തരാം ഇത് എങ്ങനെയാണിത് മൊത്തത്തിൽ കിടക്കുന്നതെന്ന്. ഇങ്ങനെ അങ്ങ് പോവാണ്, മേലോട്ട് അങ്ങ് ചെല്ലാം, ഏറ്റവും മേളിൽ ചെല്ലാം. അവിടെ ഒരു ചേട്ടനോട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് അതിൻ്റെ ഏറ്റവും മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ കാണാം. അത്രയ്ക്ക് നിന്നിട്ട് കാണാം. ഇപ്പം പക്ഷേ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഈ മൂടൽമഞ്ഞൊക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും അല്ലാത്ത ക്ലിയർ ആയിട്ട് കിടക്കുമ്പോൾ നന്നായിട്ട് അവിടെ എല്ലാം മൊത്തത്തിൽ കാണാം. അത്രയ്ക്കും ടോപ്പിൽ ചെല്ലുമെന്നാണ് പറഞ്ഞത്. നോക്കിയേ എന്ത് പൊക്കത്തിലോട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂളായിട്ട് ഈ ഓഫ് റോഡ് വണ്ടികളൊക്കെ കൂളായിട്ടാണ് കയറി വരുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കി ഇവിടെ എല്ലാം കാണാൻ. മേഘങ്ങളും മലകളും. ഇത് കണ്ടോ, ഇത് എക്സ്ട്രീം ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. കാണിച്ചു തരാം. അയ്യോ, ഇങ്ങോട്ട് നോക്കിക്കേ, ആ മേലോട്ട് അങ്ങനെ നമ്മൾ കയറി പോവാണ്. ഈ കയറ്റം കണ്ടോ, ഇതാണ് നമ്മൾ ആ മേലോട്ട് ഇങ്ങനെ കയറി പോകാൻ പോവാണ്. ഇതെങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് കാണിച്ചു തരാം. വാ, നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഉറുമ്പിക്കര ട്രിപ്പിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു തന്നിരുന്നു. ഈ വീഡിയോയിൽ നമുക്കൊന്ന് കാണിച്ചു തരാമോ ഇതെങ്ങനെയാണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. നമ്മൾ ട്രയലൊന്നും അടിച്ചു നോക്കിയിട്ടൊന്നുമില്ല, എക്സ്പീരിയൻസ് ഒന്നും അല്ല നമ്മൾ. എങ്കിലും ഞാനിത് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെ കയറുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഗിയർ ഫസ്റ്റിലോട്ട് ഇട്ടുന്നു, ഇത് ഹൈലോട്ട് ഇട്ടു, ഇവിടെ നേരെ തട്ടിയത് നേരെ നമ്മൾ ലോയിലോട്ട് ഇട്ടു. ഇതിപ്പോൾ ലോയിലാണ് കിടക്കുന്നത്. ഈ ലോയിൽ നിന്ന് പോകാൻ നേരത്തേക്ക് നമ്മൾ ജസ്റ്റ് ആക്സിലേറ്ററിന് കാലെടുത്താൽ മതി, വണ്ടി മൂവ് ആയിക്കോളും. ചെറുതായിട്ട് മാത്രം ആക്സിലേറ്റർ കൊടുക്കുക, അത് വണ്ടി ഇങ്ങനെ പയ്യെ നടന്ന് കയറിക്കോളും. ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ പോയി. ഒത്തിരി ആക്സിലേറ്റർ കൊടുക്കാതെ വളരെ മിതമായിട്ട് കൊടുത്ത് കയറിപ്പോ ഇങ്ങനെ അത്രയും ഈസി ആയിട്ട് ഇങ്ങനെ നടന്ന് കയറുക. ഓക്കെ, ചെറിയതായിട്ട് ആക്സിലേറ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. നോക്കി വേണം കേട്ടാ. അവിടെ വലിയൊരു കുഴിയാതെ കേട്ടണമെന്ന് ഈ സൈഡ് ഇറങ്ങത്തില്ലേ? ഞാനേ ഒന്ന് ഇറങ്ങി കാണിക്കട്ടെ. ശരിക്കും നിങ്ങളെ കാണിച്ചു തരാം. അത്രയ്ക്ക് കാണിച്ചു തരാം.
നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. ഈ ഇത് കണ്ടോ, നമ്മളിത് ഇതിലേ കൂടെ ആണ് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത്. ഇതിലെ സൈഡിലോട്ട് നോക്കിക്കേ, ദേ ഉണ്ടോ ഉണ്ടോ, അവിടെ ശരിക്കും ഒരു കുത്തനെ താഴ്ചയാണ്, കൊക്ക പോലെയാണ്. ഇതിലേ കൂടെ ആണ് നമ്മളിപ്പോൾ കയറ്റിക്കൊണ്ട് പോകാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം, നിങ്ങളെ മൊത്തത്തിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ ജീപ്പ് ഇപ്പോൾ നിൽക്കുന്നത് കണ്ടോ. ശരി, ഞാൻ ദേ മേളിൽ കയറി നിന്ന് കാണിക്കാം. നല്ല സ്മൂത്തായിട്ട് കയറിപ്പോയി, അടിപൊളിയായിട്ടുണ്ട്. കൊതിക്കുന്ന ഒരു ഓഫ് റോഡാകട്ടോ ഇവിടെ. നോക്കി, ഇവിടൊക്കെ എന്ത് ഭംഗിയാ നോക്കിയാൽ കാണാൻ. നമ്മുടെ എത്ര മേളിലാ, ഇനിയും ദേ മേലോട്ട് പോകാൻ കിടക്കുക. നമ്മളിതേ അങ്ങനെ ഇത്രയും ഉയരത്തിലെത്തി വന്നിരിക്കുകയാണ്. നോക്കിയേ, താഴോട്ട് നോക്കിയേ, എന്ത് രസമാണ് നോക്കിയേ. നമ്മളിതേ അങ്ങോട്ട് നോക്കിയതേ മൂടൽമഞ്ഞ് കണ്ടോ. നമ്മൾ താഴെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ മുകളിലായിട്ട് നിന്ന് മൂടൽമഞ്ഞൊക്കെ ഇപ്പം നമ്മളെക്കാളും എത്രയോ താഴെയാണെന്ന് നോക്കിയേ. വാവ്, സൂപ്പറായിട്ടുണ്ട് ശരിക്കും. ഇവിടുന്ന് പോകാൻ തോന്നില്ല, അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. നോക്കി എന്ത് പ്രകൃതി ഭംഗിയാണെന്ന് നോക്കിയേ. ഇത് കണ്ടോ, നമ്മുടെ വണ്ടി ഇപ്പോൾ ഇതിലെ കൂടെ പറന്ന് പാഞ്ഞ് കയറി വരുന്നത് കണ്ടോ. സ്മൂത്തായിട്ട് വരും. വഴി കണ്ടോ കിടക്കുന്നത്. ഓ, പൊളിച്ച് നല്ല പ്രകൃതി രമണീയമായ ഈ മാമലകണ്ടം സ്പോട്ട് നിങ്ങൾ മറക്കാതെ നോട്ട് ചെയ്തോ. നമ്മുടെ ഇവിടെ ഒരു സ്കൂള്, ആ സ്കൂളിനോടനുബന്ധിച്ചുള്ള വെള്ളച്ചാട്ടം, അതാണ് ഈ മാമലകണ്ടത്തെ യൂട്യൂബർമാർ എല്ലാവരിലേക്കും എത്തിച്ചത്. അപ്പം അതോടുകൂടി ഇപ്പം കൊയിനിപ്പാറ, മുനിപ്പാറ ഇതൊക്കെ ഫേമസായി. അപ്പോൾ ഇനി ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പയ്യെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരും തോറും ഇപ്പം ഞാൻ പറഞ്ഞു ഇതൊരു ഗ്രാമപ്രദേശമാണ് ശരിക്കും. അപ്പോൾ അവർക്കും നല്ലതാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ നാട്ടിൽ വരുമ്പോൾ അവർക്കും അതാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയത് തന്നെ അമ്മച്ചി പറഞ്ഞു ഇതുപോലെ ഒരുപാട് പേരൊക്കെ വരുമ്പം അവർക്കും അത് ഒരു ഗ്രോത്താണ്. അപ്പോൾ അവരുടെ നാടും വികസിക്കുവാണ്, വളരുകയാണ്. അപ്പം ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു, ഒന്നും പറയാനില്ല, അത്രയ്ക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളിന്ന് ശരിക്കും എൻജോയ് ചെയ്തു. അപ്പം ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഉറപ്പായിട്ടും ഇവിടെ വന്നാൽ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ നമ്മൾ കയറി വന്ന ഓരോ വഴികളും ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്ത ആളുകളും കയറി വരുന്നുണ്ട്. ഈ ഇറക്കം ഫുള്ള് നമ്മളിതേ അങ്ങനെ ഇറങ്ങി വരുവാണ്.
അങ്ങനെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാമലകണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം ഈ ഗവൺമെൻറ് ഹൈസ്കൂളും അതിനോടനുബന്ധിച്ചുള്ള ഈ വെള്ളച്ചാട്ടവുമാണ് യൂട്യൂബർമാർ ഈ മാമലകണ്ടത്തെ ഫേമസ് ആക്കി മാറ്റിയത്. അപ്പോൾ ഈ മാമലകണ്ടം ട്രിപ്പ് വരുന്നവർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലവും കൂടെ ഉണ്ട്, കൊയിനിപ്പാറ. അപ്പോൾ ഈ മാമലകണ്ടം ഹൈസ്കൂളിനോട് ഫ്രണ്ടിൽ തന്നെ നമുക്കിവിടെ ജീപ്പ് സഫാരിയൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം 10ഓളം ജീപ്പുകൾ ഇവിടെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ഇവിടെ ഭയങ്കര റഷാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന ടൈം ആയതുകൊണ്ടാണ് ഇന്ന് അത്രയും തിരക്കില്ലാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നല്ല റഷായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പം ജീപ്പ് സഫാരി നിങ്ങൾ മിസ് ചെയ്യാതെ ഈ മാമലകണ്ടം വരുന്നവർ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നല്ല കേരളത്തിലെ തന്നെ എക്സ്ട്രീം ഓഫ് റോഡുകളിൽ ഒന്നാണ് ഈ മാമലകണ്ടത്തെ ഈ കൊയിനിപ്പാറ എന്ന് പറയുന്ന ഓഫ് റോഡ്. അപ്പം ഇവിടെ വരുന്നത് ഇപ്പോൾ ചേട്ടന്മാരോടൊക്കെ ഞങ്ങളിപ്പോൾ ചോദിച്ചപ്പം തന്നെ പറയുന്നത് ജീപ്പ് അല്ലാതെ വേറെ ഒരു വണ്ടി, കാറോ ബൈക്കോ ഒന്നും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, ജീപ്പ് സഫാരി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഓഫ് റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നേരെ മാമലകണ്ടം വന്നോ കൊയിനിപ്പാറയിലേക്ക് പൊക്കോ. അങ്ങനെ നമ്മൾ വിചാരിച്ചതുപോലെ ഇന്ന് എല്ലാം തന്നെ കവർ ചെയ്യാൻ പറ്റി. അപ്പം നമ്മളുടെ ചാനലിൽ ഫോളോവർ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും കൂടുതൽ ജീപ്പിൻ്റെ വീഡിയോ പ്രതീക്ഷിക്കുന്നെന്ന്. അത് പ്ലാൻ ചെയ്ത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജീപ്പിലെ ഒരു ഓഫ് റോഡ് എടുക്കാമെന്ന് വിചാരിച്ച് പോയപ്പോഴാണ് നമ്മുടെ ജീപ്പിൻ്റെ ആക്സിലേറ്റർ കേബിൾ പൊട്ടി നമുക്ക് പിന്നെ കാറിൽ യാത്ര തുടരേണ്ടി വന്നത്, ലൊക്കേഷൻ മാറ്റി പിടിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം അത് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു ഓഫ് റോഡ് തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മാമലകണ്ടത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പം ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ വിചാരിച്ചതിൻ്റെ അതിനേക്കാളും കൂടുതലായിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് തന്നെയാണ് ഞങ്ങൾക്ക് കൊയിനിപ്പാറയിൽ കിട്ടിയത്. അപ്പം മാമലകണ്ടം ട്രിപ്പ് വരുന്നവർ മറക്കാതെ കൊയിനിപ്പാറ വിസിറ്റ് ചെയ്യണം. ഇപ്പം കാറിലായിക്കോട്ടെ, ബൈക്കിലായിക്കോട്ടെ, ബസ്സിലായിക്കോട്ടെ, ഇപ്പം ജംഗിൾ സഫാരിയൊക്കെ KSRTCയുടെ ഒക്കെ ഉണ്ട് ഇതിലേക്കൂടെ. അപ്പോൾ എങ്ങനെ വന്നാലും ഇപ്പം ജീപ്പില്ലാത്തവർ, അങ്ങനെ ഓഫ് റോഡ് വണ്ടികളില്ലാത്തവർക്ക് ഇവിടെ ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. അപ്പോൾ മിസ് ചെയ്യാതെ മാമലകണ്ടം വരുന്നവർ ജീപ്പ് സഫാരിയും കൂടെ പ്രിഫർ ചെയ്യണം. ഓക്കെ, സമയം 3:45, മഴയൊക്കെയാണ്. അപ്പം ഇന്നത്തെ മാമലകണ്ടത്തേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇന്നത്തെ യാത്ര ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ആ ബെല്ലൈക്കനോട് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇനി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നത് വരെ ബൈ.